ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അത് വലിയൊരു കഥയാണല്ലേ. ഒരുപാട് പോരാട്ടങ്ങൾ, ഒരുപാട് നേതാക്കൾ. അപ്പോ ആ വലിയ ചരിത്രത്തിലൂടെ നമുക്കൊരുമിച്ച് വളരെ വേഗത്തിലൊന്ന് പോയി വന്നാലോ? ഒരു ക്രാഷ് കോഴ്സ് പോലെ. ഈയൊരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങിയാലോ? ഒരു സാമ്രാജ്യം അതിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുമ്പോൾ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവൻ കഥയും ഒതുങ്ങുന്നത്. ആ അധികാരവും അതിനെതിരെയുള്ള സാധാരണക്കാരുടെ ചെറുത്തുനിൽപ്പും അതിന്റെ ഒരു തുടക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഈ കൊളോണിയൽ ഭരണം എങ്ങനെ തുടങ്ങി എന്ന് നോക്കും. പിന്നെ 1857 ആ വലിയ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം പുതിയ ചിന്തകളുമായി വന്ന പരിഷ്കർത്താക്കളെ പരിചയപ്പെടും. 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ശബ്ദങ്ങൾ. അങ്ങനെ അവസാനം ഈ സമരത്തിന്റെ വലിയ പൈതൃകത്തിൽ നമ്മളെത്തും. റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. കൊളോണിയൽ ഭരണത്തിന്റെ വിത്തുകൾ. അതായത് ഇതെല്ലാം എങ്ങനെ തുടങ്ങി, ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ഇന്ത്യയിൽ വേരുപിടിച്ചത്. വെറും കച്ചവടത്തിനായി വന്നവർ ഒരു രാജ്യത്തിന്റെ അധികാരം തന്നെ പിടിച്ചെടുത്ത ആ കഥയുടെ തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയതോടെയാണ് യൂറോപ്പുകാർക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ 1700കളിലും 1800കളിലുമായി ബ്രിട്ടീഷുകാർ പതിയെ പതിയെ അവരുടെ സ്വാധീനം ഉറപ്പിച്ചു. കച്ചവടം മാത്രമല്ല, ഭരണം തന്നെ അവരുടെ ലക്ഷ്യമായി. ആ ഭരണം നിലനിർത്താൻ അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നെന്നോ? ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായത് നമ്മളെ തമ്മിലടിപ്പിച്ച് അധികാരം നേടുക എന്ന നയം. അപ്പോൾ ഈ ചൂഷണങ്ങളെല്ലാം ഒരു പരിധി വിട്ടപ്പോൾ എന്തു സംഭവിച്ചു? അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത്. 1857 മഹത്തായ വിപ്ലവം. ഇന്ത്യക്കാർ ഒന്നടങ്കം നടത്തിയ ആദ്യത്തെ വലിയൊരു ചെറുത്തുനിൽപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം തന്നെയായിരുന്നു അത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ പൊട്ടിത്തെറിയുണ്ടായത്? ശരിക്കും പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി നമ്മുടെ വല്ലാതെ ചൂഷണം ചെയ്തിരുന്നു. രണ്ട്, അവർ കൊണ്ടുവന്ന നിയമങ്ങളൊന്നും ആർക്കും ഇഷ്ടമായിരുന്നില്ല. നമ്മുടെ നാട്ടുനടപ്പുകളെയും ആചാരങ്ങളെയും അവർക്കൊരു വിലയുമില്ലായിരുന്നു. ഇതിനെല്ലാത്തിനു പുറമെ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ശിപായിമാരുടെ പ്രശ്നങ്ങൾ. അതായിരുന്നു അവസാനത്തെ ആ തീപ്പൊരി. 1857 മീററ്റിൽ നിന്നാണ് ആ തീപ്പൊരി ഉയർന്നത്. പക്ഷേ അതവിടെ നിന്നില്ല. ഒരു കാട്ടുതീ പോലെ ഉത്തരേന്ത്യ മുഴുവൻ ആളിപ്പടർന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ശരിക്കും ഒന്ന് ഇളകിപ്പോയി. അത്ര വലിയൊരു പ്രഹരമായിരുന്നു അത്. അതെ, ആ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. പക്ഷെ അതുകൊണ്ട് എല്ലാം തീർന്നോ? ഇല്ല, അതിന്റെ ഫലങ്ങൾ വളരെ വലുതായിരുന്നു. ഒന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അതോടെ തീർന്നു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായി. ഇന്ത്യക്കാർക്കിടയിൽ നമ്മളൊന്ന് എന്നൊരു ചിന്ത, ഒരു ദേശീയബോധം കൂടുതൽ ശക്തമായി വളരാൻ ഈ സംഭവം കാരണമായി. വിപ്ലവാനന്തരം പോരാട്ടത്തിന്റെ രീതികളെക്കുറിച്ചും പുതിയ ചിന്തകൾ വന്നു തുടങ്ങി. അതാണ് നമ്മുടെ മൂന്നാം ഭാഗം, പരിഷ്കരണത്തിന്റെ തുടക്കക്കാർ. അതായത് വെറും ആയുധം കൊണ്ടുള്ള പോരാട്ടം മാത്രം പോരാ, യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ സമൂഹത്തിലും വിദ്യാഭ്യാസത്തിലും മാറ്റങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ നേതാക്കൾ മുന്നോട്ടു വന്നു. അവർ ഒരു പുതിയ അടിത്തറ പാകുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം വെറുമൊരു നേതാവായിരുന്നില്ല, ഒരു വലിയ തത്വചിന്തകൻ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൽ ആധുനിക വിദ്യാഭ്യാസം എത്തണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിരുന്നു. അറിവാണ് ശക്തി. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയാലേ ഒരു സമുദായത്തിന് പുരോഗതിയുണ്ടാവൂ. ഈയൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം അലിഗഡ് പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്. അതിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ചാൽ 1875 സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ്. അതാണ് പിന്നീട് പ്രശസ്തമായ അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറിയത്. വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ സർ സയ്യിദ് മുന്നോട്ടു പോയപ്പോൾ രാഷ്ട്രീയത്തിന്റെ വഴിയിൽ പോരാടിയ മറ്റൊരാളുണ്ടായിരുന്നു. അതാണ് ബദ്രുദ്ദീൻ തയ്യിബ്ജി. അദ്ദേഹം ഒരു വലിയ വക്കീലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമം ഉപയോഗിച്ച് തന്നെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടാമെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാമത്തെ പ്രസിഡന്റായി എന്നതാണ്. ആ സ്ഥാനത്തിരുന്ന് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ കണ്ടില്ലേ, സമരം പല വഴികളിലൂടെ മുന്നോട്ടു പോകുകയായിരുന്നു. ഓക്കേ, ഇനി നമ്മൾ കാലത്തിൽ കുറച്ചുകൂടി മുന്നോട്ടു പോവുകയാണ്, 20-ാം നൂറ്റാണ്ടിലേക്ക്. ഇതാണ് നമ്മുടെ 4ാമത്തെ ഭാഗം. ഈ സമയമായപ്പോഴേക്കും സമരം കുറച്ച് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. പത്രങ്ങളും പ്രസംഗങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഒരു ബഹുജന മുന്നേറ്റം രൂപം കൊള്ളുന്നൊരു കാലഘട്ടം. ഈ ജനകീയ മുന്നേറ്റത്തിൽ പേനയെ ഒരു വാളായി ഉപയോഗിച്ച ഒരാളുണ്ടായിരുന്നു, മൗലാന മുഹമ്മദ് അലി ജോഹർ. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഒപ്പം ഒരു തീപ്പൊരി നേതാവും. രണ്ടും ഒരുമിച്ചു കൊണ്ടുപോയ വ്യക്തി. അദ്ദേഹം തുടങ്ങിയ ദി കോംറേഡ് എന്ന ഇംഗ്ലീഷ് പത്രം
അതൊരു സാധാരണ ന്യൂസ് പേപ്പർ ആയിരുന്നില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാനും പിന്നെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ആയുധം തന്നെയായിരുന്നു അത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിലൊരാളെയാണ്. ഒരു വലിയ പണ്ഡിതൻ, കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ്, മൗലാന അബുൽ കലാം ആസാദ്. ഏകദേശം 35 വർഷത്തോളം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ടായിരുന്നു. ഇന്ത്യ വിഭജിക്കുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്ത നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അൽ ഹിലാൽ, അൽ ബലാഗ് പോലുള്ള പത്രങ്ങളും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി രാജ്യത്തിനൊരു അടിത്തറ പാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിൽ വിശ്വസിച്ച് പോരാടിയ അതിർത്തി ഗാന്ധി എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്: പോലീസിനും സൈന്യത്തിനും എതിർത്തു നിൽക്കാൻ കഴിയാത്ത ഒരായുധം ഞാൻ നിങ്ങൾക്ക് തരാം. അത് പ്രവാചകന്റെ ആയുധമാണ്. ക്ഷമയും നീതിയുമാണത്. നോക്കൂ, ആ വാക്കുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ശക്തി. ഈയൊരു തത്വത്തിലൂന്നിയാണ് അദ്ദേഹം ഖുദായി ഖിദ്മത്ഗർ, അതായത് ദൈവത്തിന്റെ സേവകർ എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഈ സമരത്തിന്റെ ബഹുമുഖമായ പൈതൃകം. നമ്മൾ ഇതുവരെ കണ്ടതെന്താണ്? വിദ്യാഭ്യാസത്തിലൂടെ പോരാടിയവർ, രാഷ്ട്രീയത്തിലൂടെ പോരാടിയവർ, പത്രങ്ങളിലൂടെയും അഹിംസയിലൂടെയും പോരാടിയവർ. പല വഴികൾ, പക്ഷെ ലക്ഷ്യം ഒന്നുതന്നെയായിരുന്നു. ഇവിടെ നോക്കൂ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസത്തിലും, ബദറുദ്ദീൻ തയ്യബ്ജി രാഷ്ട്രീയത്തിലും, മുഹമ്മദ് അലി ജൗഹർ പത്രപ്രവർത്തനത്തിലും, അബുൽ കലാം ആസാദ് ദേശീയ നേതൃത്വത്തിലും, ഗാഫർ ഖാൻ സാമൂഹിക പരിഷ്കരണത്തിലും. കണ്ടില്ലേ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരാളുടെയോ ഒരാശയത്തിന്റെയോ മാത്രം വിജയമല്ല. അത് ഒരുപാട് പേരുടെ പല വഴികളിലൂടെയുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പല മുഖങ്ങളെ നമ്മൾ അറിയുമ്പോൾ ആ രാജ്യത്തിന്റെ കഥ തന്നെ എങ്ങനെയാണ് മാറുന്നത്? ചരിത്രമെന്നത് കറുപ്പും വെളുപ്പുമല്ല, ഒരുപാട് നിറങ്ങൾ ചേർന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നതിലാണ് അതിന്റെ യഥാർത്ഥ ഭംഗി, അല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരണം കേട്ടതിന് ഒരുപാട് നന്ദി.